ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ഇന്ന് നമുക്ക് വിശേഷം ഇല്ലായിരുന്നു, അപ്പൊ നാളെ ഇനി മുതൽ വിശേഷം ഉണ്ട് കേട്ടോ. അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഒരു ഹൈപ്പും തന്നിട്ട് പോകാൻ മറക്കരുതേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. അങ്ങനെ നമ്മുടെ അലീനയാണെങ്കിൽ അതും ഇതും ഒക്കെ പറഞ്ഞ് ഈ ഈ കുരയ്ക്കാത്ത പട്ടിയുടെ വായ്ക്കകത്ത് കിള്ളി കുരപ്പിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, കടിപ്പിക്കാന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം വൈജ നിൽക്കുന്നത്. അങ്ങനെ വായിച്ചേക്ക് അലീനയുടെ വായിൽ നിന്നും കുറേ കേട്ടോ. എൻ്റെ മമ്മിയെ കുറിച്ച് പറഞ്ഞു പോകരുത്, എൻ്റെ മമ്മിയെ കുറിച്ച് പറയാനുള്ള ഒരു യോഗ്യതയും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ അലീന അവിടെ പ്രതികരിച്ചത്. ഇതാണ് പറയുന്നത്, ഒരു പരിധി വരെ അടങ്ങിയിരിക്കുന്നവരെ കിള്ളി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കുരയ്ക്കുക മാത്രമല്ല കടിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ അലീന നേരെ റൂമിനകത്തേക്ക് കയറിപ്പോയി. അങ്ങനെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മോളെ അവിടെ ഒരു ഒച്ചപ്പാട്, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് നമ്മുടെ അലീന പറഞ്ഞത്, വേറൊന്നുമല്ല മുത്തശ്ശി, പിന്നെ എൻ്റെ മമ്മിയെക്കുറിച്ച് അതും ഇതും ഒക്കെ പറഞ്ഞാൽ ഞാൻ കേട്ടോണ്ട് നിൽക്കണോ? ഒരിക്കലും ഇല്ല. ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ മമ്മി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാ, ഞങ്ങളുടെ ജീവന്റെ ജീവനാ. ഞങ്ങളുടെ മമ്മിയെക്കുറിച്ച് ആരും ഒന്നും പറയുന്നത് ഞാൻ സമ്മതിക്കില്ല. മാത്രമല്ല എൻ്റെ മമ്മി പിഴച്ചോളാണെന്നും എൻ്റെ മമ്മി എങ്ങനെ നടന്നവളാണെന്നും അങ്ങനെ നടന്നവൾ ആണെന്നും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് സഹിക്കാൻ മാത്രം അത്രയ്ക്ക് മനസ്സിന് വിലയില്ലാത്തവളല്ല ഞാൻ. അത്യാവശ്യം എനിക്കും പറയാനൊക്കെ അറിയാം. വേറെ ആരെക്കുറിച്ച് ഞാൻ പറഞ്ഞാലും സഹിക്കും, എൻ്റെ മമ്മിയെക്കുറിച്ച് പറഞ്ഞ് ഞാൻ സഹിക്കില്ല. ഇത്തിരി പോകുന്ന എന്നെയും അതുപോലെ ഒത്തിരി പിള്ളേരെ എടുത്ത് നോക്കി വളർത്തിയ ഒരാളാ എൻ്റെ മമ്മി. എൻ്റെ മമ്മിയുടെ ജീവിതം തന്നെ അനാഥാലയത്തിന് വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. അതുമല്ല, എൻ്റെ മമ്മി മരിക്കാൻ നേരം അറിയാമോ, വേണമെങ്കിൽ എൻ്റെ മമ്മിക്ക് ഹോസ്പിറ്റലിലൊക്കെ പോകായിരുന്നു. എന്നിട്ട് പോലും എൻ്റെ മമ്മി ഹോസ്പിറ്റലിൽ പോകാതിരുന്നത് ഞങ്ങൾക്ക് വേണ്ടിയാ, ഞങ്ങൾക്ക് കടവും ബാധ്യതയും ഉണ്ടാക്കി വെക്കാതിരിക്കാൻ വേണ്ടി. അങ്ങനെയുള്ള മമ്മീനെ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഒരു പെറ്റമ്മയും ഒരു മക്കളെയും ഇങ്ങനെ നോക്കിയിട്ടില്ല. അതുപോലെയാ ഞങ്ങളുടെ മമ്മി നോക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ നമ്മുടെ അലീന. ഇത് കേട്ടപ്പോഴത്തേക്കും അയ്യോ മോളെ പോട്ടെ, അത് അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നതാ. എൻ്റെ മോളായി പോയില്ലേ, എന്ത് ചെയ്യാനാണ്, പോട്ടെ മോൾ, അതൊന്നും ഓർത്ത് മനസ്സിനെ വിഷമിപ്പിക്കേണ്ട കാര്യമില്ല. അവള് വായി തോന്നുന്ന നിന്നോട് മാത്രമല്ല, ഇവിടെ അവളുടെ ഭർത്താവിനോട് പറയുന്നത് കേൾക്കണം. പാവ അവനായതുകൊണ്ടാ അവളെ സഹിച്ചു പോകുന്നത്. ഇത്രവും കിടക്കുക നീണ്ടു നിവർന്ന അവളുടെ നാക്ക്, അത് ഒരിക്കലും അകത്ത് കയറിയിരിക്കത്തില്ല. അതങ്ങനെയാണ് അവള് എന്ത് കണ്ടാലും അവിടെ പ്രതികരിക്കും. പിന്നെ തെറ്റാണെങ്കിലും അവിടെ അവള് പ്രതികരിക്കാറുണ്ട്. പക്ഷെ മോളെക്കുറിച്ച് അറിയില്ലല്ലോ, മോൾ ആരാണെന്നും എന്താണെന്നും ഒന്നും അറിയില്ലല്ലോ. മോള് ഈ വീട്ടിൽ വന്ന് നിൽക്കുന്നത് അവക്ക് ഇഷ്ടക്കേടുണ്ടായിട്ടല്ല. അവള് എല്ലാവരോടും ഇങ്ങനെ, അതിപ്പോ വേറെ ഏത് വേലക്കാരി വന്നാലും അവൾ ഇങ്ങനെ തന്നെയാ പ്രതികരിക്കുന്നത്. മോൾ അങ്ങനെ അങ്ങ് കണ്ടേച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എൻ്റെ മമ്മീനെ കുറിച്ച് പറഞ്ഞപ്പം ഞാൻ എന്തൊക്കെയോ അതിര് കടന്ന് പറഞ്ഞു പോയി എന്ന് പറഞ്ഞു. ഈ സമയത്താണെങ്കിൽ വൈജയന്തി ശ്വാസമൊക്കെ അടക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അവളെന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബാലേന്ദ്രൻ ചെന്നിട്ട് പറഞ്ഞു, വല്ലതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നു ജയന്തി, നിനക്ക് എന്തിന്റെ കേടായിരുന്നു? അതെ, ഒരു പരിധിയുണ്ട്. ഒരു പെങ്കൊച്ചതിനെ ഒരു മനുഷ്യ സ്ത്രീ ആയിട്ട് നിനക്ക് കണ്ടുകൂടെ? വേണ്ട, നീ ഒരു സ്ത്രീയല്ലേ, ആ ഒരു സ്ത്രീ ആയിട്ട് അവളെ കണ്ടൂടെ? എന്തിനാണ് വെറുതെ അവളുടെ വായ്ക്കകത്ത് കമ്പിട്ട് കിള്ളിയിട്ട് നീ വെറുതെ കടി മേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോ, അങ്ങനെയേ എന്റെ ചോറ് തിന്നിട്ട് എന്നെ കടിക്കാൻ വരേണ്ട കാര്യമില്ല. അങ്ങനെ എന്റെ ചോറ് തിന്നിട്ട് എന്നെ കടിക്കാൻ വരുന്നത് എന്റെ വളർത്തുനായ ആണെങ്കിലും അതിനെ വരെ ഞാൻ തല്ലിക്കൊല്ലും. എനിക്ക് ഇവളെയും തല്ലിക്കൊല്ലാനുള്ള കലിയുണ്ട്. ദേ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇനി നാളെ എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ അവൾ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല. അവൾ ഇവിടുന്ന് പറഞ്ഞു വിടണം. എന്താ വൈജയന്തി നീ പറയുന്നത്? നാളെ തന്നെ ആ കുട്ടീനെ പറഞ്ഞു വിടാൻ. ആ കുട്ടി എന്ത് തെറ്റ് ചെയ്തില്ല. അവള് പറഞ്ഞതൊക്കെ പിന്നെ എന്താ? അവള് പറഞ്ഞതൊക്കെ കേട്ട് പഞ്ചപുഷ്പടക്കി നിൽക്കാനേ ഞാൻ അവളുടെ ആരാ? അതും കൂടെ പറ. ഏതായാലും ആർക്കും അറിയത്തില്ലല്ലോ അമ്മയാണെന്ന്. അമ്മമാരെല്ലാം സഹിക്കേണ്ടി വരും. ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വൈജയന്തി എല്ലാം സഹിക്കും. ഈ സമയത്ത് പിന്നെ കാണിക്കും നമ്മുടെ മാമച്ചന്റെ വീട്ടിൽ നിൽക്കുന്ന രേവതിനെ, മാമച്ചന്റെ ഭാര്യനെയൊക്കെയാണ് കേട്ടോ. നമ്മുടെ രേവതി ആണെങ്കിൽ അവിടെ ആണെങ്കിൽ വളരെ സന്തോഷത്തിൽ തന്നെയാണുള്ളത്. രേവതിക്ക് അന്യ വീടാണെങ്കിൽ പോലും സന്തോഷമാണ് അവിടെ ഉള്ളത്. മാത്രമല്ല അവിടുത്തെ അടുക്കള പണിയൊക്കെ രേവതി തന്നെയാണ് ചെയ്യുന്നത്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ മാമച്ചന്റെ ഭാര്യ TV വെച്ച് കൊടുക്കുകയും മാസികൾ വായിക്കാൻ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ മാമച്ചനാണെങ്കിൽ ചെറിയൊരു അസുഖമൊക്കെ ഉള്ളതാ. അപ്പം ഇങ്ങനെ സിഗരറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. അപ്പൊ സിഗരറ്റ് ഒക്കെ എടുക്കണത് ഈ രേവതി കണ്ടിട്ട് രേവതി ഈ സിഗരറ്റ് പാക്കറ്റ് ഒക്കെ കൊണ്ടുപോയി കത്തിച്ച് കളയാണ് കേട്ടോ. അത് മാമച്ചൻ കാണുന്നുണ്ട്, നമ്മുടെ രേവതിയാന്ന് അറിയുന്നുണ്ട്. പക്ഷെ രേവതി ആയതുകൊണ്ട് തന്നെ മാമച്ചൻ അവിടെ ഒന്നും പറയുന്നില്ല. അപ്പോഴത്തേക്കും നമ്മുടെ മാമച്ചന്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ രേവതിയോട്
എന്താ പറയാ, രേവതി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ മാമച്ചൻ കേൾക്കും എന്നൊക്കെ ഒരു ഇത് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇനിയിപ്പോ രേവതിനെ ദത്തെടുത്ത് അവരുടെ മകളായിട്ട് ദത്തെടുക്കുക എന്നൊരു തീരുമാനവും കൂടി അവരവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ രേവതിക്ക് അവിടെ പരമസുഖമാണ്. പരമസുഖം എന്ന് പറഞ്ഞാൽ പരമസുഖം. ഏതായാലും പിന്നെ കാണിക്കുന്ന സീന് നമ്മുടെ വൈജയന്തി എടി അലീനെ അലീനെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇത് നേരം അലീനേനെ വിളിക്കാനേ സമയമുള്ളൂ. എന്നിട്ട് പറയാണ്, ഇന്ന് നീ ഇതുണ്ടാക്കണം അതുണ്ടാക്കണം, പിന്നെ വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കണം, ഇതാണ് അവർക്ക് ഇഷ്ടം, ഇതാണ് ഇവർക്ക് ഇഷ്ടം, അതുകൊണ്ട് ഇതൊക്കെ നീ ഇന്ന് ഉണ്ടാക്കണം, നീ തന്നെ ആയിരിക്കണം ഇന്ന് പണിയേണ്ടത്, ഇവിടുത്തെ ജോലിക്കാരിനെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന്. ഏതായാലും ഈ സമയത്ത് ജോലിക്കാരി പോകുന്നൊരു സീനും കാണിക്കുന്നുണ്ട്. ഈ ജോലിക്കാരിനെ പറഞ്ഞു വിടുമ്പോഴത്തേക്കും നമ്മുടെ വൈജയന്തി, ഇന്നാ നിനക്ക് വണ്ടിച്ചെലവിനും വഴിച്ചെലവിനും ഒക്കെ ഒരു 200 രൂപയും കൂടെ എക്സ്ട്രാ ഇരിക്കട്ടെ എന്ന് പറഞ്ഞങ്ങ് കൊടുത്തപ്പോഴത്തേക്കും ആ വേലക്കാരി നമ്മുടെ വൈജയന്തിയുടെ മുഖത്ത് ആ പൈസ വലിച്ചെറിഞ്ഞിട്ട് പറയുക, വേണ്ട, എനിക്ക് വേണ്ട, ഈ നക്കാപ്പിച്ച കാശ് കൊണ്ടേ നിങ്ങളൊരു കാര്യം ചെയ്യാം, ബാങ്കിൽ കൊണ്ടിട്ട് പെരുപ്പിച്ചോ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. ഈ വീട്ടിൽ നിന്ന് പോയി കിട്ടാൻ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു, ഈ വീട്ടിൽ നിന്ന് പോകാൻ നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ദേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. വേലക്കാരികൾ എന്ന് പറഞ്ഞാലേ നിങ്ങളുടെ കാൽച്ചുവട്ടിൽ കിടക്കാൻ വരുന്നതല്ല, അതും ഈ കാൽച്ചോട്ടിൽ കിടക്കുന്ന ചവിട്ടിയുമല്ല, എപ്പോഴും ചവിട്ടി തൂക്കാനായിട്ട്. ഇപ്പൊ ഒരു പെങ്കൊച്ചു വന്നിട്ടുണ്ടല്ലോ, അതിനെങ്കിലും ഒന്ന് ശ്വാസം വിടാൻ അനുവദിക്കുക, അതെങ്കിലും ഒന്ന് ശ്വാസം വിട്ട് ജീവിച്ചോട്ടെ എന്നൊക്കെ പറയണം. അപ്പോഴത്തേക്ക് ഇത് കേട്ടപ്പോഴത്തേക്കും, ഓഹോ നിനക്ക് ഇത്ര അഹങ്കാരമോ, ഇറങ്ങി പോടി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പോവാ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഏതെങ്കിലും വേലക്കാരികൾ നിൽക്കുവോ? എന്റെ പൊന്നു ഭഗവതിയെ, ഇനി ആ പെങ്കൊച്ച് എങ്ങനെ ഇവിടെ ജീവിക്കുന്ന എനിക്കറിയില്ല. ഏതായാലും ആ പെങ്കൊച്ചിന്റെ അതോ ഗതിന്ന് കൂട്ടിക്കൊണ്ടാ മതി. നിന്നോടല്ലേ പറഞ്ഞ് ഇറങ്ങിപ്പോകാര്, ഇവിടെ ഇനി ഒരു അക്ഷരം നീ മിണ്ടിപ്പോകരുത്. എന്റെ പൊന്നു കൊച്ചമ്മേ, ഞാൻ ഇറങ്ങി പോവുക, അല്ലെങ്കിലും നിങ്ങളുടെ കൂടെ ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു എന്നും പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോ വൈജയന്തിക്ക് കലി വന്നിട്ട് വൈജയന്തി ആ കലി മുഴുവൻ നമ്മുടെ അലീനയുടെ അടുത്ത് തീർക്കാനായിട്ടാണ് അലീനയ്ക്ക് കുറേ ജോലികളൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ആ വീട്ടിലെ പണി മുഴുവൻ നിഷ്പ്രയാസം നമ്മുടെ അലീന ചെയ്യുന്നുണ്ട് കേട്ടോ. അലീന പണി ചെയ്യുന്നത് കണ്ടിട്ട് നമ്മുടെ ബാലേന്ദ്രനാണ് ഒരുപാട് സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ അമ്മയുടെ റൂമിൽ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, എന്താടാ നിന്റെ ഭാര്യ ഇങ്ങനെയായി പോയത്? ഓ, എന്റെ ഭാര്യ ആകുന്നതിന് മുമ്പ് അമ്മയുടെ മകളല്ലായിരുന്നോ? ആരെന്ത് പറഞ്ഞാലും അവള് കേൾക്കൂല. അവളൊന്ന് വിചാരിച്ച അവൾക്കത് നേടണം. അതാണല്ലോ അവളുടെ വിചാരം. കൈതക്കലെ ആകെയുള്ള ഒരേ ഒരു മോളല്ലേ, നിങ്ങളല്ലേ വളർത്തി വഷളാക്കി കളഞ്ഞത്? അല്ല, ഞങ്ങൾ വളർത്തി വഷളാക്കി കളഞ്ഞു. പക്ഷെ നീ എന്തിനാ അവളെ ഒരു വാക്കുകൊണ്ട് പോലും നോവിക്കാതെ വെച്ചിരിക്കുന്നത്? ദേ സഹി കെട്ട് കഴിഞ്ഞിട്ടുണ്ടോ, ഒരെണ്ണം അങ്ങ് കൊടുത്തേക്കണം. അതേ, സ്ത്രീകളെ തല്ലുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെയാണെങ്കിൽ അവൾക്ക് ഞാൻ 7 പണ്ടേ അടി കൊടുത്ത് നേരെ ആക്കിയേനെ. എന്തെങ്കിലും ആവട്ടെ, അവൾ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിച്ചു പോട്ടെ, അല്ലാതെ ഇപ്പൊ എന്താ പറയാ. പിന്നെ ഈ കടിച്ചോ പിടിച്ചോ എടുത്തോ എന്നുള്ള വർത്താനം മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സങ്കടമോ വിഷമോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീഴും അവള്. എനിക്കറിയില്ല വൈജയന്തിനെ എന്ന് നമ്മുടെ വൈജയന്തിയുടെ അമ്മ, അതായത് മുത്തശ്ശിയും പറയുന്നുണ്ട്. ഇതേ സമയം വീട്ടിലെ അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അലീന റൂമിലേക്ക് ചെല്ലുക. അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മുടെ മനു വന്നു കേട്ടോ. മനുശങ്കർ വന്നു മുത്തശ്ശിയോട് വിവരങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞപ്പം, മോനെ ഒരുപാട് നന്ദിയുണ്ട്, ഒരു തങ്കക്കുടം പോലത്തെ പെങ്കൊച്ചിനെയല്ലേ നീ എനിക്ക് കൊണ്ടു തന്നത്. അതിനിട്ട് ഇവിടെ ദ്രോഹിക്കുന്നത്, നിന്റെ അമ്മ അതിനിട്ട് അവിടെ കുറെ ദ്രോഹിച്ചതാ, എന്നിട്ട് ഇപ്പൊ ഇവിടെ അതിനിട്ട് ദ്രോഹിക്കുന്നത് കണ്ടു കഴിയുമ്പോ ഉണ്ടല്ലോ വല്ലാത്ത ഒരു അസ്വസ്ഥത എനിക്ക്. എന്ത് ചെയ്യാനാ, എനിക്ക് തോന്നുക നീ ഒരു കാര്യം ചെയ്യ, ആ പെണ്ണിനെ ഈ വീട്ടിൽ നിന്ന് വേറെ എവിടെയെങ്കിലും കൊണ്ടാക്കാൻ നോക്ക്. നിന്റെ അമ്മായിയുടെ കാര്യം അറിയാലോ, നിന്റെ അമ്മായി എടുത്ത് മറിച്ചു വെക്കും അവളെ. ഏതായാലും പണിയൊക്കെ കഴിഞ്ഞ് നമ്മുടെ അലീന ഇങ്ങ് വരുമ്പോഴത്തേക്കും മനുശങ്കർ പെട്ടെന്ന് അവിടെ നിൽക്കാം. മനുശങ്കർ ഭേ എന്ന് പറഞ്ഞൊരു പേടി അലീന ഞെട്ടിപ്പോകുന്നുണ്ട് കേട്ടോ. അലീന ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ഈ സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പം എല്ലാവരും കാത്തിരിക്കുക, നാളെ രാവിലെ നമ്മൾ ഫുൾ വിശേഷവുമായിട്ട് എത്തും. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകണം, ഒരു ഹൈപ്പും കൂടെ ചെയ്തിട്ട് പോകണം. ടാറ്റാ, ബൈ ബൈ.